ഹായ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഇതിന് കർണാടക ഒരു റെസിപ്പിയാണ്. കർണാടകയിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ കർണാടകയിൽ ഇത് ചുർമുറി എന്നാണ് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ പൊരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പൊരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും സവളയും കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചത് 2 ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്, അത് ഗ്രേറ്റ് ചെയ്തത് 2 ടേബിൾ സ്പൂൺ. പിന്നെ മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ എന്നിവ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കടലയാണ്, പീനട്ട്, അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചട്നി എടുത്തിട്ടുണ്ട്. ഒന്ന് ഗ്രീൻ ചില്ലി ചട്നിയും ടർമറിൻ ചട്നിയും. അപ്പം ഗ്രീൻ ചില്ലി ചട്നി എന്ന് പറയുന്നത് മല്ലിയില, പുതിനയില, പച്ചമുളക്, ജീരകം, ഉപ്പ് എന്നിവ മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. വേറൊന്നും അതിൽ ചേർത്തിട്ടില്ല. പിന്നെ ടർമറിൻ ചട്നിയാണ്. അപ്പോൾ അതിന് ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. അതിന് ഞാനിപ്പോൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്, വാങ്ങാൻ കിട്ടും അത്. അപ്പോൾ ഹോം മെയ്ഡായിട്ട് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരേ അളവിൽ ഇപ്പം ഞാൻ 1/4 കപ്പ് ഈത്തപ്പഴം, 1/4 കപ്പ് ശർക്കര, അതേപോലെ 1/4 കപ്പ് പുളി പിന്നെ മുളക് പൊടി, ജീരകപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുത്തു. എന്നിട്ട് തണുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ച് എന്നിട്ട് ഒരു അരിപ്പയിൽ അരിച്ച് നല്ല രീതിയിൽ തിളപ്പിച്ച് കുറുക്കിയെടുത്തതാണ്. ഇത് മധുരത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റും ഇതിൽ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇതും രണ്ടുമാണ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിട്ടുള്ളത് ചാട്ട് മസാല, പിന്നെ ഉപ്പ്, മുളക് പൊടി, ഇതൊക്കെ ആവശ്യത്തിന് എടുക്കുക. പിന്നെ ഞാനൊരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, നല്ലൊരു പുളിയും കൂടി കിട്ടാനായിട്ട്. പിന്നെ നല്ല സേവ്, ഒരു നീളത്തിലുള്ള സേവാണ്. അപ്പോൾ മിച്ചറല്ല, സേവ് എടുക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്കൊരു ബൗളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കുഞ്ഞായിട്ട് അരിഞ്ഞാലായിരിക്കും ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പൊരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 കപ്പ് പൊരി എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയും ഉപ്പുമൊക്കെ നല്ല രീതിയിൽ എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് പിടിച്ചു കിട്ടണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ചില്ലി ചട്നി ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എരിവ് ആവശ്യമുള്ളവർ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ 1/2 ടേബിൾ സ്പൂൺ തന്നെ ടർമറിൻ ചട്നിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടാം. മല്ലിയില നിർബന്ധമായിട്ട് ഇടുക. അപ്പോൾ മല്ലിയിലയൊക്കെ ടേസ്റ്റാണ് ഇതിൽ മെയിനായിട്ട് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കടല ഇടുക. ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്, കുറച്ച് ഇട്ടാൽ മതിയാവും. അപ്പോൾ കൂടുതലാകുമ്പോൾ അത് നല്ല കടിക്കാനും കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്ന സേവാണ്. പിന്നെ ചാട്ട് മസാലയും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ആവശ്യത്തിന് എൻ്റെ ഒരു അളവനുസരിച്ച് കുറച്ചാണ് ഇട്ടേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വീതം ഇതെല്ലാം ഇട്ടാൽ മതിയാവും. പിന്നെ ചാട്ട് മസാല കുറച്ച് ചേർത്ത് കൊടുക്കുക. എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവസാനമായിട്ട് ചെറുനാരങ്ങ നീര് ഇതിലേക്ക് പിഴിഞ്ഞെടുക്കുക. ആദ്യം ഒഴിക്കേണ്ട, അപ്പോൾ ഇതൊന്ന് കുതിർന്നു പോകും. അപ്പം ലാസ്റ്റായിട്ട് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇത് നമ്മൾ സെർവ് ചെയ്യുന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാം. ഇതിലേക്ക് കുറച്ച് സേവും അതേപോലെ കടലയും പിന്നെ മല്ലിയിലയും കൂടി വിതറിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ പൊരി മാത്രം വെറുതെ കഴിച്ച് ഇതാക്കേണ്ട, ഇതും കുറച്ചൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ കഴിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഈവനിങ് മാത്രമല്ല, അല്ലാണ്ടും വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറിക്കാനും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.